Gala 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 galata galata. Hello everyone, welcome to the very first video by G4 Galata. G4 Galata! Alright, ഞാൻ ആതിര. G4 ഗലാട്ടയുടെ വെരി ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്നേഹത്തോടെ ഒരു ലവ്ലി ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. മറ്റൊന്നുമല്ല, ബ്രെഡ് കട്ട്ലെറ്റ്. കിഡ്സിനും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കുക്കിംഗ് രീതിയൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ ക്ലീഷേ ഡയലോഗ് ആണ്, ബട്ട് സ്റ്റിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബ്രെഡ് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒബ്വിയസ്ലി ബ്രെഡാണ്. ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബ്രൗൺ ഏരിയ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി വെച്ചു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത്, 4 പൊട്ടറ്റോ, ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, പിന്നെ ഇഞ്ചി ഓപ്ഷണലാണ്, കുറച്ച് ചിക്കൻ മസാല. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മുടെ വെജീസ് എല്ലാം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ കൺവീനിയൻ്റ് ആയിട്ടൊരു പാത്രത്തിലെടുക്കുക. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് ആവി കയറ്റി എടുക്കാം. നല്ല രീതിയിൽ മാഷ് ചെയ്ത് കിട്ടുന്ന പരുവത്തിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കണം. കുക്കറിലാണെങ്കിൽ നമുക്ക് 2 വിസിൽ മതിയാവും. അപ്പോൾ വെജീസ് വേകുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് പ്രിപ്പയർ ചെയ്യാം. ബ്രെഡിൻ്റെ 4 സൈഡിലെ ആ ബ്രൗൺ ഏരിയ നമുക്ക് മിക്സർ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാം. എങ്ങനെയായാലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ്. ഇതാ ബ്രെഡ് ക്രംസ് റെഡി. അങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെജീസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെജീസ് മാത്രമായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. ചൂട് മാറിയതിന് ശേഷം മാഷ് ചെയ്താലും മതിയാവും. ബ്രെഡിൻ്റെ വൈറ്റ് പീസ് നമ്മൾ എടുത്തു വെച്ചിരുന്നു. അതിനെ പീസാക്കിയിട്ട് വെജീസിൻ്റെ കൂടെ നല്ല രീതിയിലൊന്ന് ആഡ് ചെയ്യാം, കുഴച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി വേണമെന്നുള്ളവർക്ക് ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ മസാല ആഡ് ചെയ്യാം. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് മസാല കുറച്ച് ചേർക്കുന്നതായിരിക്കും ഉചിതം. അതിനുശേഷം പഴുത്ത തക്കാളി നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി മല്ലിയില കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏകദേശം എല്ലാ ഫ്ലേവറുമാവും. നല്ലൊരു മണവും ഇപ്പം കിട്ടുന്നുണ്ട്, ഈവൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ഇനി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഫുൾ മിക്സ് മാറ്റിയെടുക്കാം. കഷ്ടിച്ച് നമ്മളൊരു 8-9 അല്ലെങ്കിൽ ഒരു 7 ബ്രെഡ് പീസാണ് എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഒരു വെജീസൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമുക്കൊരു 17-18 കട്ട്ലറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ കൗണ്ട് അനുസരിച്ചിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റീസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട്ലറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് മാറ്റി വെച്ചേക്കുകയാണ്. ഇനി അടുപ്പത്തെ പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കട്ട്ലറ്റ് വീതം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രെഡിൽ മേക്ക് ചെയ്യുന്ന കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഭയങ്കര സോഫ്റ്റും കൂടെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിന്ന് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പ്ലേറ്റിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് സെർവ് ചെയ്യാം. അപ്പൊ ചുടിച്ചുടാ കട്ട്ലറ്റ് റെഡി. ഇനി കട്ട്ലറ്റിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ? വീട്ടിലെ എല്ലാവരുടെയും റിയാക്ഷൻ വീഡിയോ. ജസ്റ്റ് ടേക്ക് എ ലുക്ക്.
എന്റെ അമ്മയാണ്. അമ്മ, ബ്രെഡ് കട്ട്ലറ്റ് റെഡി, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ശരിക്കും ടേസ്റ്റിയാണ്. എവിടെ ക്യാമറ നോക്കി പറ. സക്സസ്. ഇത് ആമിക്കുട്ടി, എന്റെ ചേട്ടന്റെ മോളാണ്. ആമി, കഴിച്ചിട്ട് പറ. അത്രേ ഉള്ളൂ. കൊള്ളാം. സൂപ്പർ. ആ, അപ്പൊ ശരിയായി. ഇത് രണ്ടാമത്തെ ആളാണ് അബി. അബി കട്ട്ലറ്റ് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്. എങ്ങനെ കഴിച്ചിറക്കില്ലല്ലോ. ഇഷ്ടായ? ഓക്കേ. ഇനിയാണ് ഇവിടുത്തെ മൂത്ത കാരണവര്. ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇത് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയോ. സൂപ്പറാണോ? സോ നൈസ്. പിന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഭയങ്കര ഹെൽത്തി ആണ്. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. സ്റ്റേ ഹാപ്പി എവരിവൺ. ബൈ ബൈ. D for Galata.